ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ യൂണിറ്റിന്റെ പേര് എന്താണ്? അനൂഠി ജാഗിയ എന്നാണ്. അനൂഠി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുല്യമായ, ജാഗിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൃശ്യാവിഷ്കാരം എന്നാണ്. അപ്പോൾ അതുല്യമായിട്ടുള്ള ദൃശ്യാവിഷ്കാരം എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ജീവജാലങ്ങളെ കാണും. മഴയത്ത് സന്തോഷിക്കുന്ന, നമുക്ക് ഒരു തവള ഇരിക്കുന്നുണ്ട്, എന്നിട്ട് പറയാ വാ കിത്ന സുന്ദർ മസാ ലൂട്ടിന്ന്, എന്തൊരു ഭംഗിയാണ്, എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ബാദൽ എന്നാണ്. ഒരു കവിതയാണത്. ആരാണ് രചിച്ചിട്ടുള്ളത്? ഡോക്ടർ ശ്രീ പ്രസാദ് ആണ്. അപ്പം ഈ ഒരു കവിതയുടെ ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മേഘം എന്നാണ്. അപ്പം മഴയെ കുറിച്ചിട്ടുള്ള, മേഘങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഇപ്പൊ നമുക്ക് അത് നോക്കാം. ഓക്കെ. ബാദൽ, ഡോക്ടർ ശ്രീ പ്രസാദ്. കാലി കാലി പാനി വാലി ആസ്മാൻ മേ ബാദൽ ആയി ബോലു കാസെ ആക്കർ ഛായേ. അപ്പോ ആദ്യത്തെ സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? കാലേ കാലേ പാനി വാലേ. കാലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള, ഇപ്പൊ കാലേ കാലേ കറുത്ത നിറത്തിലുള്ള, പാനി വാലേ, പാനി എന്ന് വെച്ചാൽ എന്താ? ജലം അല്ലെങ്കിൽ വെള്ളം, ജലം നിറഞ്ഞിട്ടുള്ള. ആസ്മാൻ മേ ബാദൽ ഛായേ. ആസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം. ആസ്മാൻ മേ എന്ന് പറയുമ്പോൾ എന്താണ്? ആകാശത്തിൽ. ബാദൽ ആയി, ബാദൽ അതായത് മഴമേഘങ്ങൾ വന്നു. ബോലു കാസെ ആക്കർ ഛായേ. എന്നിട്ട് അദ്ദേഹം, കവി നമ്മളോട് ചോദിക്കുകയാണ്, പറയൂ എങ്ങനെയാണ് അവ വന്നിട്ട് ഛായേ എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യാപിച്ചത് എന്ന്. അപ്പം എങ്ങനെയാണ് മഴമേഘങ്ങൾ വ്യാപിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്? കറുത്ത നിറത്തിലുള്ള വെള്ളമുള്ള മേഘങ്ങള് ആകാശത്ത് വന്നിട്ട് അവിടെ വ്യാപിച്ചു. അപ്പം കാലി കാലി പാനി വാലി ആസ്മാൻ മേ ബാദൽ ആയി ബോലോ കാസെ ആക്കർ ഛായേ. ആകാശത്ത് കറുത്ത നിറത്തിലുള്ള മഴമേഘങ്ങൾ വന്ന് നിറഞ്ഞു. എങ്ങനെയാണ് അവ നിറഞ്ഞത്, വ്യാപിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് വരിയില്. ഹവാ പക്കഡ്കർ ലാത്തി സർസർ ഛായേ ജൈസെ കാലേ കമ്പൽ കിത്നി സുന്ദർ ലഗ്തേ ബാദൽ. രണ്ടാമത്തെ സ്റ്റാൻസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹവ പക്കഡ്കർ ലാത്തി സർസർ. ഈ മേഘങ്ങളെ ആരാണ് കൊണ്ടുവന്നത്? കാറ്റാണ്. ഹവ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റാണ്. പക്കഡ്കർ എന്ന് വെച്ചാൽ പിടിച്ചിട്ട്. ലാത്തി സർസർ, ആ സർസർ എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് കാറ്റ് മേഘങ്ങളെ ആകാശത്തിലോട്ട് കൊണ്ടുവന്നു. ഛായേ ജൈസെ കാലേ കമ്പൽ. ആകാശത്തിൽ ഈ മേഘങ്ങളെ കാണുമ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു കമ്പിളി പുതപ്പ് വിരിച്ചതുപോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഛാന എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിക്കുക. ജൈസെ എന്ന് പറഞ്ഞാൽ പോലെ. കാലേ കമ്പൽ, കറുത്ത നിറത്തിലുള്ള ഒരു കമ്പൽ, ഒരു കമ്പിളി പുതപ്പ് പോലെ. കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. അങ്ങനെ കാണുന്ന മേഘങ്ങളെ കാണാനായിട്ട് എന്തൊരു സുന്ദരമാണ്, എന്തൊരു ഭംഗിയാണ് എന്നാണ് പറയുന്നത്. ഹവ പക്കഡ്കർ ലാത്തി സർസർ ഛായേ ജൈസെ കാലേ കമ്പൽ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. കാറ്റ് സർസർ എന്നുള്ള ശബ്ദത്തോടു കൂടി കൊണ്ടുവന്ന ആകാശത്ത് എന്താണ്? ഈ മേഘങ്ങൾ ഒരു കറുത്ത പുതപ്പ് പോലെ വ്യാപിച്ചിരിക്കുകയാണ്. അത് കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നാണ് പറയുന്നത്. पेड़ों जैसे भेड़ों जैसे लगते जैसे चलते घोड़े बन जाते ഹാത്തി കെ ജോഡെ. അപ്പോ എന്താണ്? പേടോ ജേസെ എന്ന് വെച്ച് കഴിഞ്ഞാല് മരങ്ങൾ പോലെ. ഭേഡോ ജേസെ, ഭേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ചെമ്മരിയാട്, ചെമ്മരിയാടിനെ പോലെ. ലഗ്തേ ജേസെ ചൽത്തെ ഘോഡെ. അതുപോലെ തന്നെ ഈ മേഘങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഘോഡെ. ഘോഡെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? കുതിര, കുതിരേനെ പോലെയും തോന്നുന്നു. ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. അതായത് ഹാത്തി എന്ന് പറഞ്ഞാൽ എന്താ? ആന. ആനയുടെ ജോഡാന്ന് വെച്ചാൽ പെയർ, രണ്ട് പെയറായിട്ടുള്ള ആനകൾ പോകുന്നത് പോലെയും തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം എന്താ പറയുന്നത്? ഈ മേഘങ്ങളെ കാണുമ്പോഴേ പേട് പോലെ, മരങ്ങൾ പോലെ തോന്നുന്നുണ്ട്, ഭേഡ് പോലെ, ചെമ്മരിയാടുകളെ പോലെ തോന്നുന്നുണ്ട്, പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഘോഡെ, കുതിരയെ പോലെ തോന്നുന്നുണ്ട്. ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. എന്താണ്? ഒരു ആനയുടെ പെയർ പോലെയും തോന്നുന്നു, രണ്ട് ആനകളുടെ ഒരു പെയർ പോലെയും കൂടി തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്.
എന്നിട്ട് കവി എങ്ങനെയൊക്കെയാണോ ആ മഴമേഘങ്ങളെ ഉപമിച്ചിട്ടുള്ളത്, എന്തിനോടൊക്കെയാണോ ഉപമിച്ചിട്ടുള്ളത്, അതാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുറകിൽ ഒരു ആനയെ പോലെയുണ്ട്, പിന്നെ കുതിരേനെ പോലെയൊക്കെ കാണുന്നുണ്ട് അല്ലെ, മരത്തിനെ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നന്നെ ജൽകൺ ഗയെ ഭാപ് ബൻ ഉസി ഭാപ് നെ ठंडक പായി ബാദൽ ബർസെ ബർസ ആയി. അപ്പോ നൻഹെ ജൽകൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ, നൻഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് എന്നാണ്. അപ്പം ചെറിയ ജലകണങ്ങള്. ഗയെ ഭാപ് ബൻ, ഭാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആവിയായിട്ട്, അതായത് വാട്ടർ വേപ്പറിനാണ് ഭാപ്പ് എന്ന് പറയുന്നത്. അപ്പം ചെറിയ ചെറിയ എന്താണ് ജലത്തിന്റെ കണങ്ങള് നീരാവിയായിട്ട് പോയി. ഉസി ഭാപ്പിനെ ठंडक പായി, അതേ നീരാവി എന്താണ് ഉണ്ടായത്, ठंडक പായി എന്ന് വെച്ചാൽ കൂൾ ഡൗൺ ചെയ്തു, തണുത്തു. ബാദൽ ബർസെ ബർസ ആയി, അങ്ങനെയാണ് എന്തുണ്ടായത്, ബാദൽ ബർസെ ഈ മേഘങ്ങള് പെയ്തത്, ബർസ ആയി മഴ വന്നു എന്നാണ് പറയുന്നത്. അപ്പം ബേസിക്കലി മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് ഈ ഒരു സ്റ്റാൻസയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്താണ്, ജലം വേപ്പറായിട്ട് മുകളിലോട്ട് പോകുന്നു, അത് തണുക്കുന്നു, എന്നിട്ട് പിന്നീട് മഴയായിട്ട് പെയ്യുന്നു എന്നുള്ളത്. ഓക്കെ. കർത്തെ ഗഡ് ഗഡ് ആത്തെ ബഡ് ബഡ് ബിജ്ലി ബാദൽ കോ ചംകായെ അന്തിയാരെ മേ രാഹ് ദിഖായെ. അപ്പൊ മഴ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനാണ് അവിടെ പറയുന്നത്, ഈ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളത്. കർത്തെ ഗഡ് ഗഡ് എന്ന് വെച്ചാൽ ഇടിവെട്ടുന്ന ശബ്ദത്തെയാണ് പറയുന്നത്. ഗഡ് ഗഡ് എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് ആത്തെ ബഡ് ബഡ് മുന്നോട്ട് വരുന്നു, ആകെ ബഡ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പം ഈ മേഘങ്ങൾ എന്താ ചെയ്യുന്നത്, ഗഡ് ഗഡ് എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് ആകാശത്തിൽ സ്പ്രെഡ് ആവുന്നു, ആകാശത്തിലേക്ക് വരുന്നു. ബിജ്ലി ബാദൽ കോ ചംകായെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, ബിജ്ലി ആ മിന്നലിനെയാണ് പറയുന്നത് ബിജ്ലി എന്നുള്ളത്. അപ്പം മിന്നൽ എന്ത് ചെയ്യുന്നു, ബാദൽ കോ ചംകായെ ഈ മേഘങ്ങളിൽ ഒരു തിളക്കം ഉണ്ടാക്കുന്നു. എന്ത്, ഈ മിന്നല്. ചംകാന എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങുക അല്ലെങ്കിൽ തിളക്കം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. അന്തിയാരെ മേ രാഹ് ദിഖായെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇരുട്ടില് വെളിച്ചം ഉണ്ടാക്കുന്നു, എന്നിട്ട് രാഹ് ദിഖാന എന്ന് വെച്ചാൽ വഴി കാട്ടുന്നു. അന്തിയാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട്. അപ്പം കർത്തെ ഗഡ് ഗഡ് ആത്തെ ബഡ്, ഗഡ് ഗഡ് എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് മുന്നോട്ട് വരുന്നു. ബിജ്ലി ബാദൽ കോ ചംകായെ, ഈ മിന്നല് എന്ത് ചെയ്യുന്നു, ഈ മേഘങ്ങളില് ഒരു തിളക്കം ഉണ്ടാക്കുന്നു, ഒരു വെളിച്ചം ഉണ്ടാക്കുന്നു. അന്തിയാരെ മേ രാഹ് ദിഖായെ, ഇരുട്ടില് വഴി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മോർ മഗൻ മൻ ഝൂം ഛനൻ ഛൻ झूम झूम कर नाच दिखाए ഖുഷ് ഹോക്കർ ഗാന ഗായി. ഇവിടെ ഉദ്ദേശിക്കുന്നത് മോര് മകനുമൻ, അതായത് ഈ മോര് എന്ന് വെച്ചാൽ എന്താണ്, മയില് മനസ്സ് നിറഞ്ഞിട്ട്, ഛൂമ ഛനന ഛൻ, അതായത് അതിന്റെ നൃത്തത്തിന്റെ സൗണ്ടിനെയാണ് ഛനന ഛൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഝൂം കർ നാച്ച് ദിഖായി, എന്താണ്, കറങ്ങിക്കൊണ്ട് നാച്ച് ദിഖായി നൃത്തം വെക്കുന്നു. ഖുഷ് ഹോക്കർ ഗാന ഗായി, സന്തോഷത്തോടു കൂടിയിട്ട് പാട്ട് പാടുന്നു. അപ്പം ആ ഒരു മയിലിന്റെ സന്തോഷത്തെയും അതിന്റെ നൃത്തത്തെയും തന്നെയാണ് പല രീതിയിൽ ഇവിടെ എന്താണ് വിവരിച്ചിട്ടുള്ളത്. ഇപ്പൊ മോറ് മകന് വെച്ചാൽ മനസ്സ് നിറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ മഴയുടെ സന്തോഷത്തില് മുഴുകിയിട്ട്, ഝൂമ ഛനൻ ഛൻ ഝൂം കർ നാച്ച് ദിഖായി, ഝൂംന എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പിന്നെ കറങ്ങുക എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. അപ്പം ഈ മയിൽ നൃത്തം വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മഴ വരുന്ന സന്തോഷത്തില് മനസ്സ് നിറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ മയില് ഛനന് ഛന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് നൃത്തം വെക്കുന്നു. ഖുഷ് ഹോക്കർ ഗാന ഗായി, എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പാട്ട് പാടുന്നു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബർസെ ബാദൽ കൽക്കൽ ഛൽ ഛൽ തേർ ചലി കാഗസ് കി നയ്യ പൂച്ച് ഉഠാക്കർ ബാഗി ഗയ്യ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു പശു ഓടുന്നതായിട്ട് കാണുന്നില്ലേ. ഇപ്പൊ ഈ വരികളിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബർസെ ബാദൽ, അതായത് മേഘങ്ങൾ പെയ്തു എന്നാണ്, അതായത് മഴ പെയ്തു എന്നുള്ള അർത്ഥമാണ്. കൽക്കൽ ഛൽ ഛൽ, എന്ത് ശബ്ദത്തിലാണ്, കൽക്കൽ ഛൽ ഛൽ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ മഴ പെയ്തത്.
തേര ചലി കാഗസ് കി നയ്യ. തേർന എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തുക എന്നുള്ള അർത്ഥമാണ്. കാഗസ് എന്ന് വെച്ചാൽ പേപ്പർ എന്നുള്ളതാണ്. നയ്യ വഞ്ചി. അതായത് മഴ പെയ്തു, അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ പേപ്പറിന്റെ വഞ്ചി ഉണ്ടല്ലോ, പേപ്പർ കൊണ്ട് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കില്ലേ, ആ പേപ്പർ ബോട്ട്സ് എന്താണ് നീന്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്, ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. പൂച്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. അങ്ങനെ മഴ പെയ്തപ്പം വാലും പൊക്കിയിട്ട്, പൂച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്, ഉഠാക്കർ പൊക്കിയിട്ട്, ഭാഗി ഗയ്യ ഓടി. ആരാണ്? പശു എന്നാണ് പറയുന്നത്. അപ്പോ ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? അങ്ങനെ മേഘം പെയ്തു, അതായത് മഴ പെയ്തു, കൽ കൽ ചൽ ചൽ എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ ബോട്ട്സ് ഒക്കെ മുന്നോട്ട് പോയി, വെള്ളത്തിലൂടെ നീന്തിപ്പോയി. പൂച്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. മഴ പെയ്യുന്നത് കണ്ടപ്പോൾ പശു എന്താണ് ചെയ്തത്? വാലും പൊക്കിയിട്ട് ഒരു ഒറ്റ ഓട്ടം ഓടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.